എൻ്റെ ശരിയായ പേര് രവീന്ദ്രനാഥ് എന്നാണ്. ഞാൻ തൃക്കരിപ്പൂർ താമസക്കാരനായിരുന്നു. കലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കൈവക്കുകയും ഞാൻ ഒരു നാടക പ്രവർത്തകനായിട്ടാണ് എൻ്റെ കലാരംഗത്തിൻ്റെ തുടക്കം. അതോടൊപ്പം തന്നെ നാടകത്തിൻ്റെ ബോർഡുകൾ അതൊക്കെ എൻ്റേതായ ഒരു താല്പര്യത്തിൽ ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ഗുരുക്കളില്ലാത്തൊരു കളരി പോലെ കലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കൈവക്കുകയും ഇപ്പോൾ ശരിക്ക് കല കൊണ്ട് ജീവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറി തികഞ്ഞ ഒരു കലാകാരൻ. SSLC നാടകം കഴിഞ്ഞിട്ട് അവിടെ തൃക്കരിപ്പൂരിൻ്റെ ഒരു ഉദയ ക്ലബ്ബ് ഒരു നാടകം ചെയ്യുമ്പോൾ അതിലെന്നെ കൊമേഡിയനായിട്ട് അഭിനയിക്കാൻ വിളിച്ചു. അപ്പം ആവരണം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാൻ കൊമേഡിയനായിട്ട് അഭിനയിക്കും. അപ്പോൾ അതിൻ്റെ ബോർഡ് എഴുതാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു രവിയെന്നെ ചെയ്യുന്നവർ പറയുകയും ഞാൻ അപ്പോൾ അങ്കത്തെട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ബോർഡിൻ്റെ ലെറ്റർ അത് ഒരു കോപ്പി പോലെ ആവരണം എഴുതി അത് ഇഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലും തൃക്കരിപ്പൂർ ഒരു കിക്സോട്ടിക് ക്വാർട്ടർ എന്ന് പറഞ്ഞ ക്ലബ്ബ് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ടൈം ബോർഡ് എഴുതാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. വീർക്കിലൊക്കെ ചതച്ചിട്ടൊക്കെയാണ് എഴുതി. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ അച്ഛൻ്റെ തൃക്കരിപ്പൂർ ടൗണിൽ തുണിക്കച്ചവടമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ സൗകര്യത്തിന് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് പിന്നീട് എങ്ങനെയോ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നീട് പറഞ്ഞാൽ എനാമൽ പെയിൻറ്റ് ആ സമയത്തുള്ള ഏറ്റവും പ്രത്യേകിച്ച് ഉള്ള വെച്ചാൽ ഇപ്പോൾ ഉള്ള പോലെ അക്രലിക്ക് അങ്ങനെയൊന്നും കൂടുതലില്ല. എനാമൽ പെയിൻറ്റുകളാണ് അന്നുള്ളത്. അപ്പോൾ അന്ന് ഈ തെർപ്പൻ്റെയിൻ അപൂർവമായിട്ട് തെർപ്പൻ്റെയിൻ വാങ്ങണമെങ്കിൽ കോസ്റ്റ് ആയതുകൊണ്ട് മണ്ണെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കൽ. കാരണം മണ്ണെണ്ണ അന്ന് യഥേഷ്ടമുണ്ട്. അപ്പോൾ മണ്ണെണ്ണ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈ ആവാൻ വൈകും. ഈ എനാമൽ പെയിൻറ്റ് വാറി കിട്ടാൻ കുറച്ച് വൈകും. അതേപോലെ ചുമരിന് പ്രൈമർ അടിച്ച് ചെയ്യുന്നതാണെങ്കിൽ അന്ന് സത്യം പറഞ്ഞാൽ പ്രൈമറൊന്നുമില്ല. 100 വീശി ഒരു കോട്ട് ഡിസ്റ്റംബർ അടിച്ചിട്ട് ഇതന്നെ എനാമൽ ചെയ്യുന്ന ഫസ്റ്റിലല്ല. പിന്നീട് അതിൻ്റെ പ്രൈമർ വന്നു, പ്രൈമർ അടിച്ച് ചെയ്യാനായി. അങ്ങനെ എനാമലിൽ ഒരുപാട് ചിത്രങ്ങൾ വരക്കാനും ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം AV കുഞ്ഞ് മുതൽ എല്ലാം വരച്ച എനാമലായിരുന്നു അന്ന്. പിന്നീടാണ് ഓയിലും അക്രിലിക്കൊക്കെ വന്നത്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുമാരെ, അതായത് നമ്മളെ പോലെയുള്ളവരുടെ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നത് ബാനറുകൾ, ചുമർ ചിത്രങ്ങളല്ല ചുമരെഴുത്തുകൾ. കാരണം മുമ്പ് കച്ചവട സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യങ്ങൾ ചുമരുകളിൽ എഴുതുകയാണ്. അപ്പോൾ അതൊരു ശരിക്ക് ആർട്ടിസ്റ്റുമാർക്ക് വരക്കാനും കുറച്ച് എഴുതാനും അറിയുന്നവർക്ക് വലിയ ഗുണം ചെയ്തിരുന്നു. ഇപ്പോൾ എഴുതാനും വരക്കാനും അറിയുന്നവരെല്ലാം ഫ്ലക്സിന് അടിമപ്പെട്ടു പോയി. ഫ്ലക്സ് കൊണ്ട് പൈസയാക്കുന്നതും വരക്കാൻ അറിയുന്നവരും കൂടി അത് ചെയ്യുന്നില്ല. പിന്നീട് അത് DTP എല്ലാം എടുത്ത് പ്രിൻ്റായി മാറി. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ പിന്നെ എല്ലാം മാറിയല്ലോ, കമ്പ്യൂട്ടർ ആയി. മുമ്പ് പരസ്യങ്ങൾ എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് വെയിറ്റ്, അവരെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്കൊരു വിലയുണ്ടായിരുന്നു. കലാകാരന്മാർക്ക് വരക്കാനും എഴുതാനും കഴിയുന്ന ചെറുപ്പക്കാർ ആർട്ടിസ്റ്റുമാർക്ക് അവർ വേറെന്തെങ്കിലും വഴികൾ കണ്ടെത്തേണ്ട അവസ്ഥ, ജീവിക്കാൻ വേണ്ടി വേറെ വഴികൾ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 5 ചിത്രം പോലും ഒരു ചെറിയൊരു ബാനറിൽ വെക്കണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രിൻ്റായി, ഫ്ലക്സായി. അപ്പോൾ അതിന് സ്ക്വയർ ഫീറ്റ് ഇത്ര പൈസ എന്ന് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി ഇപ്പോഴത്തെ കലാകാരന്മാർക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. കാരണം ബ്രഷ് എടുത്ത് ചെയ്യാനുള്ള മടി മാത്രമല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഉള്ള അവസ്ഥ ആദ്യം പറയും ഫ്ലക്സ് ഒഴിവാക്കും, തുണി വരും, മെല്ലിൽ എഴുതണം, കോറയിൽ എഴുതണം, 2 ദിവസം ഉണ്ടാവും, പിന്നെ ആദ്യം ഇലക്ഷൻ്റെ കംപ്ലീറ്റ് ഫ്ലക്സ് വരും. അപ്പോൾ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൃദ്ധയുടെ ചിത്രം 40 വർഷം അതാ ചുമരിൽ 100 അടിച്ച ചുമരിൽ മുമ്പത്തെ ഇതുപോലെയുള്ള പ്രൈമറോ അപ്പെക്സ് ഒന്നും അടിക്കാതെ 100 ആ ചുമരിലായിരുന്നു മുമ്പ് എനാമൽ പെയിൻറ്റ് കൊണ്ട് വരച്ചത് 40 വർഷത്തോളം മുമ്പ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തൃക്കരിപ്പൂർ ചക്രവാണി അമ്പലത്തിൽ
ഒരു 25ഓളം വർഷമായി ചുമർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മ്യൂറൽ ചിത്രങ്ങളല്ല, എനാമൽ പെയിൻറ്റിൽ ഗജേന്ദ്രമോക്ഷം, പിന്നെ ഗണപതി, അന്തശയനം, ഗുരുവായൂരപ്പൻ തുടങ്ങിയ ഒരു 9ഓളം വലിയ 24x20 10x12 അടി വീതിയൊക്കെ ഉള്ള ചിത്രങ്ങൾ ചക്രവാണി അമ്പലത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ആ പഴയ കാലം ഇനി തിരിച്ചു വരാത്ത രീതിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിലും ഓർക്കാൻ ആ പഴയ കാലവും ചിത്രങ്ങളും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ഉണ്ടായിട്ട് ഇത് മൊത്തം